പ്രഭു, എന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സന്ദേശം വന്നിരിക്കുന്നു. എനിക്ക് 2-3 ദിവസം അവിടെ വരെ പോകാനുള്ള അനുവാദം അങ്ങൊന്ന് നൽകണം. വേഗം പോയി വരൂ മന്ത്രി. ഒരു ഭടനെയും കൂട്ടിക്കൊള്ളൂ. കുതിരവണ്ടി ഞാൻ ഏർപ്പാടാക്കാൻ പറയാം. മന്ത്രി കുതിരവണ്ടിയിൽ നാട്ടിലേക്ക് പോയി. മന്ത്രി നാട്ടിലേക്ക് പോയതോടുകൂടി രാജാവ് ഒറ്റയ്ക്കായി. ചെക്ക്. ഇനി മന്ത്രി കളിക്കൂ. കാണട്ടെ മിടുക്ക്. മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ചതുരംഗം കളിച്ചും രാജ്യകാര്യങ്ങൾ സംസാരിച്ചും രാജാവ് സമയം പോയത് അറിഞ്ഞിരുന്നില്ല. രാജാവ് ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഉറക്കം മാത്രം വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. മന്ത്രി വന്നില്ല. രാജാവ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഒരു ദിവസം സഹികെട്ട് രാജാവ് കൊട്ടാരത്തിനുള്ളിലൂടെ നടക്കാനിറങ്ങി. അങ്ങുന്നെന്താ ഈ സമയത്ത്? സമയം ഒരുപാടായല്ലോ. ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഖജാൻജി. എന്ത് പറ്റി? അറിയില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? ആ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിദ്യകൾ പറഞ്ഞു തരുമായിരുന്നു. എനിക്കൊരു വിദ്യ തോന്നുന്നു. എന്താണ്? വേഗം പറയൂ. ഇത് ഞാൻ രാജകീയ നിധികൾ മിനുക്കിയെടുക്കുന്ന തുണിയാണ്. ഈ തുണി കൊണ്ട് നിധി വൃത്തിയാക്കുമ്പോഴെല്ലാം ഞാൻ മയങ്ങിപ്പോകും. ആണോ? എന്നാൽ ആ തുണി ഇനി എനിക്ക് തരൂ. ഞാൻ ചെയ്തു നോക്കട്ടെ. പക്ഷെ പ്രഭു, ആരെങ്കിലും കണ്ടാൽ? രാജാവായ ഞാനല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങ് തരൂ. ഇനി ഞാൻ വൃത്തിയാക്കാം. ഖജാൻജി തുണി രാജാവിന് കൈമാറി. രാജാവ് ഖജാൻജിയുടെ കൂടെ തുണിയെടുത്ത് നിധി മിനുക്കാൻ തുടങ്ങി. താമസിയാതെ നാണയങ്ങൾ തിളങ്ങി, വജ്രങ്ങൾ തിളങ്ങി, നീലക്കല്ലുകൾ തിളങ്ങി. രാജാവ് അതെല്ലാം മിനുക്കി. രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്ക് ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? എനിക്ക് വന്നില്ലല്ലോ. ആ ശരി ശരി, പോയി കിടന്നോളൂ. തന്റെ ജോലി പൂർത്തിയാക്കിയതിന് ഖജാൻജി രാജാവിനോട് നന്ദി പറഞ്ഞ് ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും ഒരു സ്വാദിഷ്ടമായ ഗന്ധം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്. ഒരു പക്ഷേ സ്വാദിഷ്ടമായ ലഘുഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ പാചകക്കാരന് നമ്മെ ഉറങ്ങാൻ സഹായിക്കാൻ പറ്റുമായിരിക്കും. രാജാവ് വേഗം കൊട്ടാര അടുക്കളയിലേക്ക് പോയി. കൊട്ടാരം അടുക്കളയിൽ പാചകക്കാരൻ അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ ഈ സമയത്ത് അടുക്കളയിൽ? സമയം ഒരുപാടായല്ലോ. ഉറങ്ങിയില്ലേ? അതോ അങ്ങേക്ക് വിശക്കുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല. അതെന്ത് പറ്റി? അറിയില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസവും ഉറങ്ങാറ്? ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ? ഇത്ര ഉള്ളോ കാര്യം? അതിനൊരു വിദ്യ എന്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടി മാവ് കുഴയ്ക്കുന്ന എല്ലാ രാത്രിയിലും എനിക്ക് ഉറക്കം വേഗം വരുന്നുണ്ട്. അതിനാൽ അന്നും ഇതുപോലെ മാവ് കുഴച്ചു നോക്കും. ഉറക്കം പെട്ടെന്ന് വരും. ഇത് കേട്ട് രാജാവിന് സന്തോഷമായി. തന്റെ തൊട്ടു മുന്നിൽ ഒരു മാവ് കൂമ്പാരമായി ഒരുങ്ങുകയും ചെയ്തു. രാജാവും പാചകക്കാരന്റെ കൂടെ മാവ് കുഴയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പാചകക്കാരന്റെ പണി പെട്ടെന്ന് തീർന്നു. രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്കും ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? ആ ശരി ശരി, പോയി കിടന്നോ. മാവ് ഉണ്ടാക്കിയതിന് പാചകക്കാരൻ രാജാവിനോട് നന്ദി പറഞ്ഞു ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വരാത്തതിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അവസാനം രാജാവ് സങ്കടത്തോടെ കട്ടിലിൽ വന്ന് കിടന്നു. കിടന്നതും നമ്മുടെ ഉറക്കമില്ലാത്ത രാജാവ് ഉറങ്ങിപ്പോയി. എങ്ങനെയെന്നല്ലേ? ദിവസം മുഴുവൻ ജോലിയില്ലാത്തതിനാൽ രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ കൊട്ടാരത്തിലെ എല്ലാവർക്കും ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് രാജാവ് അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും രാജാവ് തന്റെ ആളുകളുടെ ചില ജോലികൾ ചെയ്തപ്പോൾ താനേ ക്ഷീണിതനായി കിടക്കയിൽ കിടന്നയുടനെ ഉറങ്ങിപ്പോയി. കഠിനാധ്വാനം നിറഞ്ഞ ഒരു ദിവസത്തിൽ നിന്നാണ് രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നത്. Ha ha ha!
കടിച്ചിട്ടാ ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവിടെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവർ ആ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമയനും അലസനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ, പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതവിടെ ഇട്ടിട്ട് വാ, നമുക്ക് രണ്ട് കളിയൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്ത് പോകാം. എന്താ? ഞങ്ങൾ തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരുകയും ചെയ്യാം. എന്താ? സോറി ഡിയർ, ഇവിടെ ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലേ? ഇല്ല. അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ. എന്നിട്ട് നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല, ചെയ്യുന്ന എന്നെ
അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല, അതല്ലേ ശരി? ശരിയാണ്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നു പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും. ജോമി, ജോമി, ഇവിടെ വന്നേ. എന്താ ഡാഡി വിളിച്ചത്? നീ പപ്പയുടെ മൊബൈലിൽ ടോക്ക് ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവളിപ്പോ ടോക്ക് ടോക്കിലെ സ്റ്റാർ അല്ലേ? ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ മോളെ? സോറി ഡാഡി. ഡാഡി എന്നെ വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. ഹേയ്, സോറി ഒന്നും പറയണ്ട. നിന്റെ കഴിവുകൾ പുറത്തേക്ക് കാണിക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അതെന്താണെങ്കിലും ഡാഡിയോടും മമ്മിയോടും പറയണം. പറഞ്ഞിട്ടേ ചെയ്യാവൂ. ഓക്കെ? എവിടെ വീഡിയോസ് ഒക്കെ ഡാഡി ഒന്ന് കാണട്ടെ. ശരിക്കും കാണണോ? എന്നാൽ ആ മൊബൈൽ എടുത്ത് ക്യാമറ ഒന്ന് ഓണാക്കിയേ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നീയപ്പം. അയ്യോ കാക്കേ പറ്റിച്ചേ. ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് കാണിച്ചു തരാം എത്ര ലൈക്കും കമന്റും ആണ് കിട്ടിയതെന്ന്. എഡിറ്റും ചെയ്തു, അപ്ലോഡും ചെയ്തു. ഇനി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ? ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ 500+ വ്യൂസ് ആയി. ഇനിയൊരു 10 മിനിറ്റിനുള്ളിൽ 1K+ ആകും. കൊള്ളാലോ. വെൽ ഡൺ മൈ ഗേൾ. ജോമി, നീ ഇതുവരെ റെഡിയായില്ലേ? സമയം എത്രയായെന്ന് അറിയോ? വേഗം പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി. സ്കൂളിൽ പോകാനുള്ളതല്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ റെഡിയാവാം. ജോമി, മൊബൈൽ തന്നേ. ഡാഡിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഒരു മിനിറ്റ് ഡാഡി, പ്ലീസ്. ഇപ്പൊ തരാം. നിന്റെ ടോക്ക് ടോക്കിലുള്ള കളി കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. വേഗം എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. എന്ത് പറ്റി ജോമി? എന്താ ഒരു സങ്കടം? എനിക്ക് ടോക്ക് ടോക്കിൽ ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ അത്രയും വ്യൂസ് ഇപ്പോൾ ഇടുന്ന വീഡിയോക്ക് കിട്ടുന്നില്ല. ലൈക്കും കുറവാ. അതെന്താ? അത് നീ കഥയും പാട്ടും കവിതയും മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാ. എന്നെ കണ്ടുപഠിക്കും. ഞാൻ ഫിലിം റിവ്യൂസും ട്രോൾ വീഡിയോസും ചെയ്തല്ലേ ഒറ്റയടിക്ക് 2 മില്യൺ വ്യൂസ് ഉണ്ടാക്കുന്നത്. എന്ത് 2 മില്യൺ വ്യൂസോ? ജോമിയ, ടോമി, സ്റ്റാൻഡ് അപ്പ്. സംസാരമൊക്കെ പുറത്ത്. സംസാരിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, മനസ്സിലായോ? സോറി മിസ്. ജോമി എവിടെ? അവിടെ റൂമിൽ മൊബൈലും പിടിച്ചിരിപ്പുണ്ട്. ഞാൻ എത്ര നേരമായിന്നറിയോ വിളിക്കുന്നു. കഴിക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട. ഇന്ന് അവളുടെ ടീച്ചർ വിളിച്ചിരുന്നു. ക്ലാസ്സിൽ നിന്ന് അവളെയും ടോമിയെയും പുറത്താക്കിയെന്ന്. എന്തിന്? അവളും ടോമിയും കൂടി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ലൈക്സിനെയും ഷെയറിനെയും കഥ പറഞ്ഞിരിക്കുകയായിരുന്നെന്ന്. ആഹാ, വന്നു വന്ന് ക്ലാസ്സിലും ശ്രദ്ധിക്കാതെ ആയോ? എല്ലാം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല.
ഉണ്ടാകില്ല മക്കളെ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും, പല വട്ടം. മതി, എല്ലാം ഇതോടെ നിർത്തിക്കോണം. ആദ്യം പഠിത്തം. എനിക്കറിയാം നീ കഴിവുള്ള കുട്ടിയാണെന്ന്. പക്ഷേ അത് വെറും ലൈക്കിന് വേണ്ടി മാത്രമാവരുത്. അങ്ങനെയായാൽ നിനക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. ടോക്ക് ടോക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെ എന്റെ കഴിവുകൾ പുറത്തെടുക്കും? നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിന്റെ കഴിവുകൾ പുറത്തെടുക്കാനാണ് സ്കൂളിൽ ആനുവൽ ഡേ പോലുള്ള പ്രോഗ്രാംസ് വെക്കുന്നത്. അതിൽ പങ്കെടുത്ത് വിജയിക്കുക. അതിൽ നിനക്ക് റിയൽ ഓഡിയൻസിനെയും ഫോളോവേഴ്സിനെയും കിട്ടും. അത് മാത്രമാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നത്. ഐ ആം സോ സോറി ഡാഡി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. പണ്ട് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു വലിയ തർക്കം നടന്നു. ഇനി ഒരു തുള്ളി വെള്ളം ഈ കിണറ്റിൽ നിന്നും എടുത്താൽ എന്റെ ആനകളെ കൊണ്ട് നിന്റെ കൃഷിയിടമെല്ലാം ചവിട്ടി മെതിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഈ കിണർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. അതിന് കാൽപ്പണം കുറയാതെ ഇനി വാങ്ങിച്ചിട്ടുമുണ്ടല്ലോ. സ്ഥലവും കിണറും നീ പണം കൊടുത്തു വാങ്ങി, അത് ശരിയാണ്. എന്നാൽ കിണറിനുള്ളിലെ വെള്ളം അത് എന്റേതാണ്. അത് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഇതെന്ത് ന്യായം? കിണർ എന്ന് പറയുന്നത് അതിലെ വെള്ളവും കൂടി ചേർന്നതല്ലേ? എന്നാൽ എന്റെ കിണർ അങ്ങനെയല്ല. കിണർ വേറെ, അതിലെ വെള്ളം വേറെ. വെള്ളം വേണമെങ്കിൽ അതിന് ഇനിയും അധികം പണം തരണം. അതൊന്നും തരാൻ പറ്റില്ല. എന്നാൽ കിണറിലെ വെള്ളം എടുക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. നിങ്ങൾ ഇങ്ങനെ വഴിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ആർക്കാ പരാതി എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ പോയി പരാതി പറയൂ. എനിക്ക് പരാതിയുണ്ട്. എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്റെ കൃഷിയെല്ലാം നശിച്ചു പോകും. എന്നാൽ എനിക്കും പരാതിയുണ്ട്. എനിക്കും ചിലത് പറയാനുണ്ട്. അങ്ങനെ രണ്ടുപേരും കൊട്ടാരത്തിൽ പരാതി ബോധിപ്പിക്കാൻ പോയി. അങ്ങനെ രണ്ടുപേരും രാജാവിനെ കണ്ടു വണങ്ങി. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാനൊരു കർഷകനാണ്. കൃഷിയിടം നനയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി തൊട്ടടുത്ത സ്ഥലത്തിന്റെ ഉടമയായ ഇയാളിൽ നിന്നും കിണർ ഉൾപ്പെടുന്ന കുറച്ചു സ്ഥലം വാങ്ങിയിരുന്നു. അതൊരു നല്ല കാര്യമല്ലേ? അതിനുള്ള പണമൊക്കെ ഇയാൾ കൃത്യമായി തന്നില്ലടോ? ഊവ് പ്രഭു, അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ വാങ്ങിയ സ്ഥലത്തിലെ ആ കിണറ്റിൽ നിന്നും അദ്ദേഹം എന്നെ വെള്ളമെടുക്കാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഇത് കേട്ടതും രാജാവ് ആശ്ചര്യപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? അയാൾ പറയുന്നത് കിണറും സ്ഥലവും മാത്രമാണ് എനിക്ക് തന്നതെന്നാണ്. കിണറ്റിലുള്ള വെള്ളം ഇപ്പോഴും അദ്ദേഹത്തിനുള്ളതാണ് പോലും. അതുകൊണ്ട് തന്നെ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊരു വിചിത്രമായ വാദമാണല്ലോ. അതെന്താടാ? അങ്ങനെ കിണർ വാങ്ങിയാൽ അതിലെ വെള്ളം അവർക്ക് അവകാശപ്പെട്ടതല്ലേ? അതല്ലേ ന്യായം? ഞാൻ എന്റെ കിണറും സ്ഥലവും മാത്രമാണ് അയാൾക്ക് വിറ്റത്. അതിലെ വെള്ളം വിറ്റിട്ടില്ല പ്രഭു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു തീരുമാനമാവണ്ടേ? അയാൾക്ക് കൃഷി ഇറക്കേണ്ടതല്ലേ? അതിന് ഒരുപാട് വെള്ളം ആവശ്യമുള്ളതല്ലേ? ആരെവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. അങ്ങ് എന്തിനാണ് വിളിപ്പിച്ചത്? മന്ത്രി, ഇവരുടെ വിചിത്രമായ പരാതി ഒന്ന് കേട്ടു നോക്കി തീർപ്പ് കൽപ്പിച്ചാലും. എന്താണ് പ്രശ്നം? പറയൂ, കേൾക്കട്ടെ. കർഷകൻ കാര്യങ്ങൾ മന്ത്രിയോടും ധരിപ്പിച്ചു. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. എനിക്ക് നിങ്ങളുടെ സ്ഥലവും കിണറും ഒന്ന് കാണണമല്ലോ. തീർച്ചയായും, അന്ന് ഞങ്ങളുടെ കൂടെ വന്നാൽ സ്ഥലം കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും മന്ത്രിയെ കൂട്ടി സ്ഥലം കാണാൻ പുറപ്പെട്ടു. അവർ പരാതിക്കാരുടെ സ്ഥലത്തെത്തി. നിങ്ങൾ എന്താണ് കർഷകനെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? ഞാൻ അദ്ദേഹത്തിന് കിണറും അത് ഉൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് കൊടുത്തത്. അതിലെ വെള്ളം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയുമില്ല. ധനികൻ കർഷകനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മന്ത്രി ധനികന്റെ അതിബുദ്ധിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന് കിണറും അതുൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് നൽകിയത്. അതിലെ വെള്ളം നൽകിയിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ കിണറ്റിലെ വെള്ളം മുഴുവൻ നിങ്ങൾ വറ്റിക്കണം. അല്ലെങ്കിൽ ആ വെള്ളം കിണറ്റിൽ സൂക്ഷിക്കുന്നതിന്റെ വാടക കർഷകന് നൽകണം. അല്ലാത്ത പക്ഷം ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. മന്ത്രിയുടെ വാക്കുകൾ കേട്ട ധനികന് ഇനിയും കർഷകനെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. അയാൾ മന്ത്രിയോട് ക്ഷമ ചോദിക്കുകയും കർഷകനെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു.